Warm welcome to all of you to this August gathering. കണ്ണൂർ സിന്ത്യൻസിന്റെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Friends, as you all know, Syndicate Bank was one of the oldest major commercial banks in India, headquartered in Manipur. It was founded by Sri T.U.A. Pai, Sri T.M.A. Pai and Sri V.S. Kudua. At the time of establishment, the bank was known as Canara Industrial and Banking Syndicate Limited. The bank, along with 13 major commercial banks of India, was nationalized on 19th July 1969 by the Government of India. On 1st April 2020, the bank was merged into Canara Bank, and today we the Indians are here to celebrate our centenary year. പ്രിയമുള്ളവരെ, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ശക്തമായ ബാങ്കുകൾ സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായി 2020 ഏപ്രിലിൽ കനറ ബാങ്കുമായി ലയിപ്പിച്ച സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ 100ാം സ്ഥാപക വർഷം ആഘോഷിക്കാൻ ബാങ്കിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാർ കണ്ണൂർ സിന്ത്യൻസ് എന്ന പേരിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ലയനശേഷം 5 വർഷം കഴിഞ്ഞിട്ടും ജനമനസ്സുകളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന ബാങ്കിൻ്റെ സ്മരണ പുതുക്കാനും സൗഹൃദം പങ്കിടാനും കൂടിയാണ് ഈ ഒത്തുചേരലിൻ്റെ ഉദ്ദേശം. The gracious presence of our beloved General Manager Sri Muralidharan sir. We are so fortunate for getting his consent for the formal inauguration of this function. With due respect, we invite you, sir, to please come to the dais for your inaugural address. Sir, please. സർവശക്തനായ ഭഗവാനെ സ്മരിക്കുന്നു, നമിക്കുന്നു, വചനങ്ങളെ വന്ദിക്കുന്നു. ഡിയർ ഇന്ത്യൻസ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് സഹോദരി സഹോദരന്മാരെ. എൻ്റെ ശബ്ദം വളരെ മോശമായിരിക്കുക, അല്ലെങ്കിൽ തന്നെ വലിയ നല്ല ശബ്ദമൊന്നുമല്ല. ഇന്ന് പ്രത്യേകിച്ചും ശബ്ദത്തിന് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോർത്ത് ഇന്ത്യ ടൂറിലായിരുന്നു. അയോധ്യ, വാരാണസി, പ്രയാഗ്രാജ്, ഗയ പോയി. ഇന്നലെ രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തിയത്. ഉടനെ തന്നെ 3:30 മണിയുടെ വണ്ടിക്ക് ഇങ്ങോട്ട് കണ്ണൂർ വന്നു. കാരണം കണ്ണൂർ വരാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കണ്ണൂര് എൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് വെച്ചിരിക്കുന്ന ഒരു റീജനാണ്. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ജനങ്ങൾ, കസ്റ്റമേഴ്സ് ഉൾപ്പെടെ എല്ലാവരും കണ്ണൂർ ജീവിതം എൻ്റെ ജീവിതത്തിലെ ഒരു എന്താ പറയുക, ഇപ്പോൾ നേരത്തെ സുവർണ്ണലിപികളിൽ എഴുതാൻ പറഞ്ഞ മാതിരിയാണ്. സുവർണ്ണലിപികളിൽ എഴുതി പിടിപ്പിച്ച ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് ഗൗതമൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ, തുളസി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കതൊന്നും വിട്ടു നിൽക്കാൻ പറ്റിയില്ല. വയ്യെങ്കിലും ശരി, സുഖമില്ലെങ്കിലും ശരി, വന്നിരിക്കുമെന്നുള്ള ഉറപ്പോടെ വരെ ഇന്ന് രാവിലെ 7:30 എത്തിയത്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് കണ്ണൂർ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂഡോസ് ടു ദ എൻ്റയർ കണ്ണൂർ ടീം. കാരണം ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പറയാൻ എളുപ്പമാണ്. ഏതാണ്ട് 600 ആൾക്കാരെ ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. ഞാൻ തുളസിയോടും ഗൗതമനോടൊക്കെ പറയണ്ടായി, ഒത്തിരി ആൾക്കാരെ നിങ്ങൾ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലം കൂടെ കണ്ണൂര് 400 പേരെങ്കിലും വന്നാൽ അവിടെ അത്ര ഉണ്ടാകാൻ സാധ്യതയില്ല സാർ. പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. എല്ലാവരെയും അറിയിച്ചു. അവർ വരുന്നുള്ള വിശ്വാസം ഇരിക്കുന്നു. വരികയാണെങ്കിൽ നമുക്ക് വെന്യൂ മാറ്റാമെന്നും കൂടി പറയണ്ടായി. കാരണം വലിയ ഒരു വെന്യൂവിലേക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം എന്നുകൂടി പറയണ്ടായി. ഏതായാലും ഇന്നത്തെ ഈ സംഗമത്തിൽ ഒത്തിരി ആൾക്കാർ വന്നത് വലിയ കാര്യം. വന്നവരെ എല്ലാവരെയും നേരത്തെ തുളസി സ്വാഗതം ചെയ്തു എങ്കിൽ കൂടിയും സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഉയർന്ന തലത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജയറാം രചിച്ച നമ്മുടെ സഹോദരന്മാരെ നാരായണ മുമ്പിലേക്ക് എൻ്റെ പാർട്ട് വെയിറ്റാണ്. ഞങ്ങൾ ഗിഫ്റ്റഡ് സിൻഡിക്കേറ്റ്സ് പറഞ്ഞ എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദകുമാരൻ്റെ ഇനിഷ്യേറ്റീവ്. അദ്ദേഹം ദിവസം 1 പാടുന്ന ആളാണ് നാരായണപുരി. നമ്മുടെ ജയറാമിൻ്റെ കവിതകൾ ഇടയ്ക്കിടയ്ക്കായി വരും. ഇതാ നമ്മുടെ പുഷ്പജ. ഞാൻ ഇവിടേക്ക് ഒരുപാട് പുഷ്പജയുടെ ഹസ്ബൻഡിൻ്റെ സുധാകരൻ്റെ ഫ്രൂട്ട് വരാറുണ്ട്. അങ്ങനെ വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ഇതിലാണ്. ഇന്നത്തെ ഈ സ്വാഗത ഗീതം സുവർണ്ണലിപികളിൽ ഞങ്ങൾ എഴുതി ചേർക്കും. ഈ സെന്റിനറി ദിവസം ഇന്നും ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ സിൻഡിയൻസായി തന്നെ തുടരുമെന്നും നമ്മുടെ അഭിമാനം സ്ഫുരിക്കുന്ന, നമ്മുടെ സിൻഡിക്കേറ്റ് ബാങ്കിലെ ജീവനക്കാരായിരുന്നു നമ്മളെ എന്ന് എടുത്ത് പറയുന്ന, സ്വയം അഭിമാനിക്കാവുന്ന
വരികളും വാക്കുകളുമാണ്. ജയറാമിന് പ്രത്യേക അഭിനന്ദനങ്ങളെ. അത് പാടി ഭംഗിയായിട്ട് നമ്മളെ ക്ഷണിപ്പിച്ച എല്ലാ സഹോദരന്മാരോടും ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ സെൻറ്റനറി സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. മണിപ്പാലിൽ 2 മീറ്റിംഗ് നടന്നു. ഒന്ന് ഉടുപ്പിയിലും ഒന്ന് മണിപ്പാലിൽ വെച്ചിട്ടും. ഉടുപ്പിയിൽ എല്ലാ കേരള ആൾക്കാരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 600 ജില്ലയിലെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദിവസമൊക്കെ പോയിരുന്നില്ല. എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, DGM ആൻഡ് GMs, പിന്നെ നമ്മുടെ പഴയ CMD ഉണ്ടായിരുന്നു അരുൺ സ്ഥലത്തും ഒത്തുകൂടാൻ ശ്രമിക്കാം. സിൻഡിക്കേറ്റ് ബാങ്കിനെ ഓർക്കാൻ ശ്രമിക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും മറ്റേ ശരീരത്തിൽ ജീവത്തുടിപ്പുള്ളോത്തോളം കാലം ഈ ബാങ്കിനെ, ഈ അമ്മയെക്കുറിച്ച് നമുക്ക് സ്മരിക്കാം, ചിന്തിക്കാം, അഭിമാനിക്കാം, മധു പറഞ്ഞമാതിരി അഹങ്കരിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ, എത്ര പാവങ്ങളെയാണ് നമ്മൾ നന്നാക്കിയിരിക്കുന്നത്, എത്ര പാവപ്പെട്ട ആൾക്കാരെ നമ്മളെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. പിഗ്മി ഡെപ്പോസിറ്റ് എന്നുള്ള സ്കീം കൂടി, അതുകൊണ്ട് യാതൊരു ഗുണവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കില്ല. ആൾക്ക് പലിശയൊന്നും കിട്ടില്ല. ഒരു 6 മാസത്തിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ അയാൾ ഒന്ന് തിരിച്ച് റീഫണ്ട് എടുക്കും. എന്നിരുന്നാൽ പോലും നമ്മളെ ഒരു ഏജന്റ് ഓരോ വീട്ടിൻ്റെയും വാതിക്കൽ പോയി 2 അണ മുതൽ 5000 രൂപ 10,000 രൂപ വരെ ഡെയിലി കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആൾക്കാർ അഹമ്മദാബാദ്, ബോംബെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തതിനെ സ്വരൂപിച്ചിട്ട് അവർക്ക് ഒരാവശ്യം വരുമ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ നമ്മളതിനെ എല്ലാം ഏകീകരിച്ച് പൈസയെ ഒന്നിച്ചു കൂടി സമന്വയിപ്പിച്ചും കൊണ്ട് അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ കൊടുത്തിരുന്നു. ലോണായിട്ടും കൊടുത്തിരുന്നു, റീഫണ്ടായിട്ടും കൊടുത്തിരുന്നു. അവിടെ പലിശയല്ല. നമ്മുടെ ഈ ഏജന്റ് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് സമാഹരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ആ സ്കീമിന് വലിയ വാല്യൂ ഉണ്ട്. നമ്മുടെ ബാങ്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം പല ബാങ്കുകളും ഇതിനെ ആവർത്തിക്കുകയുണ്ടായി. റിസർവ് ബാങ്ക് ആദ്യം ഇതിനെ ശകല സംശയദൃഷ്ട്യാ നോക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പിന്നീടുള്ള കാലഘട്ടത്തിൽ എല്ലാ ബാങ്കുകളും പുകഴ്ത്തി പാടിയ ഒരു സ്കീമാണ് നമ്മുടെ പിഗ്മി സ്കീം. നമ്മുടെ പല ബ്രാഞ്ചുകൾക്കും പിഗ്മി എന്നായിരുന്നു ടെലിഗ്രാഫിക് അഡ്രസ്. നമ്മൾ DT അയക്കുമ്പോഴും ടെലിഗ്രാം അയക്കുമ്പോഴും പിഗ്മി. അത് കഴിഞ്ഞ ചില ബ്രാഞ്ചുകൾക്ക് വലുതായപ്പോൾ ജയന്റ് എന്നും കൂടി ആഡ് ചെയ്തു. ജയന്റ് എന്നുള്ള നമ്മുടെ ബാങ്ക് ഏതാണ്ട് ഒരു 5 ലക്ഷം കോടി കഷ്ടിച്ച് 6 ലക്ഷം കോടി ബിസിനസ് എത്തുമ്പോഴാണ് കാനറ ബാങ്കിൽ മറ്റായത്. ഏതാണ്ട് 10 ലക്ഷത്തിൽ ചില്ലാനും കോടി കാനറ ബാങ്കിന് ഡെപ്പോസിറ്റ് ടോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 കോടി ആൾമോസ്റ്റ് 24 ലക്ഷം കോടി ബിസിനസ് ആയി നിൽക്കുകയാണ്. വലിയൊരു ബാങ്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും മർജറിൻ്റെ വീണ്ടും ചില ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് പാർലമെൻറ്റിൽ ചോദ്യത്തിന് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ പ്രപ്പോസലില്ല എന്നാണ് പറഞ്ഞത്. അവർക്കത് പറയാം, പ്രപ്പോസലില്ലല്ലോ. പക്ഷേ മിക്കവാറും ഇപ്പോഴത്തെ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ മേജർ ബാങ്ക്സായിട്ട് ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹെഡ് ചെയ്തിട്ടും, ഒന്ന് കാനറ ബാങ്ക് ഹെഡ് ചെയ്തിട്ടും, പിന്നെ സ്റ്റേറ്റ് ബാങ്ക്, ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ ഹെഡ് ചെയ്തിട്ടും, ഇങ്ങനെ 3 സ്ഥലത്തിൽ 3 എല്ലാം കൂടി 3-4 ബാങ്ക്, വലിയ ബാങ്ക് വരുന്നുണ്ട് എന്നുള്ള പ്രപ്പോസൽ വളരെയധികം ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെപ്പോഴും സംഭവിക്കാം. 2020 നമ്മുടെ ബാങ്ക് മർജ് ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു. കോവിഡ് കാലഘട്ടമൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കോവിഡ് വന്നോട് ഒരു പക്ഷേ ഈ മർജറൊക്കെ മാറ്റിവെക്കുന്നത്. എന്നാൽ ജെയ്റ്റ്ലിയാണ് ഈ ഐഡിയ ആദ്യം കൊണ്ടുവന്നത്. അരുൺ ജെയ്റ്റ്ലി രണ്ടാമത്തെ മിനിസ്ട്രി വരുമ്പോഴത്തേക്കും അരുൺ ജെയ്റ്റ്ലി മരണപ്പെട്ടു പോയി. അരുൺ ജെയ്റ്റ്ലിയെ ക്ലോസ് കോൺഫിഡൻ്റ് ആയിരുന്നു മാഡം നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനെ അവിടെ കൊണ്ടുവന്നത് തന്നെ, മോഡിയെ കൊണ്ടുവന്നത് തന്നെ അരുൺ ജെയ്റ്റ്ലിയാണ് സെൻട്രൽ. അപ്പോൾ അദ്ദേഹത്തിനാണ് മാഡം നിർമ്മല സീതാരാമൻ വന്നു. അവർ ജെയ്റ്റ്ലി ചെയ്തതിൽ അധികം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് തുടക്കത്തിൽ അവരെ ഈ സ്ത്രീ ഇങ്ങനെ ഈ ലേഡി ഇത്ര നന്നായി ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ഈ ധനകാര്യമൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ, സ്ത്രീ ശക്തി എന്നുള്ളതിനെ എടുത്ത് പറയാവുന്ന ഒരു വിശേഷമാണ് നിർമ്മല സീതാരാമൻജി. അത്ര ഭംഗിയായിട്ട് നമ്മുടെ ഫൈനാൻസ് പോർട്ട്ഫോളിയോ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. GST കളക്ഷൻ ആൾമോസ്റ്റ് 2 ലക്ഷം കോടിയോളം എത്താറായി മന്ത്ലി GST കളക്ഷൻ. ഇന്ത്യയിലെ ഫോറിൻ ഡെറ്റ്സ് വളരെയധികം കുറഞ്ഞു. ഇന്ത്യയിലെ
ഈ ബാങ്കിങ് ടെക്നോളജി, അതായത് ഡിജിറ്റൽ ബാങ്കിങ് ഏറ്റവും അധികം ലോകത്തിൽ തന്നെ നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒരു ഐഡിയ കൂടിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളെ രാഷ്ട്രീയമൊന്നും ആരും നോക്കണ്ട. BJP വിശ്വസിക്കുന്നവരുണ്ടാവാം, കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം. അതുകൊണ്ട് രാജ്യത്തിൻ്റെതായിട്ടുള്ള പുരോഗമനം, രാജ്യം ഏത് ഡയറക്ഷനിലേക്ക് നയിക്കപ്പെടുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് ഇന്ത്യയുടെ ശിരസ് ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ ബാങ്കും നമ്മുടെ സമ്പദ്ഘടന 1969 ജൂലൈ മാസം 19 ഈ ബാങ്ക് നാഷണലൈസ് ചെയ്ത നാളെ തൊട്ട് IRDP സ്കീം, DWCRA സ്കീം, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഇത്രയും പോപ്പുലറായി കൊടുത്ത ബാങ്ക് വേറെ ഇല്ല. ഓരോ രീതിയിലും സിൻഡിക്കേറ്റ് ബാങ്ക് ഈ രാജ്യത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് നമ്മളെ മുന്നോട്ട് പോയ ബാങ്കാണ്. പ്രത്യേകിച്ച് കണ്ണൂര്, പയ്യന്നൂർക്ക് ആദ്യത്തെ ശാഖകളിൽപ്പെട്ട ഒരു ബാങ്കാണ് പയ്യന്നൂർ ബ്രാഞ്ചും. അത് കഴിഞ്ഞ് തലശ്ശേരി. ഏറ്റവും തുടക്കത്തിൽ റിസർവ് ബാങ്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ബാങ്ക് എക്സിസ്റ്റൻസിലുണ്ട്. റിസർവ് ബാങ്ക് 1934 RBI ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഫോം ചെയ്തത്. 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. അതിനൊക്കെ 10 കൊല്ലം മുമ്പ് നമ്മുടെ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് ആൾറെഡി നമ്മുടെ ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഉടുപ്പിയിലെ മുകുന്ദ് നിവാസ എന്ന ചെറിയൊരു ഓടിട്ട പെരയിൽ, ചെറിയൊരു വീട് പോലത്തെ പെരയിൽ തുടങ്ങിയ ബാങ്ക് ലണ്ടനിൽ വരെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അന്ന് പലരും പരിഹസിച്ചത്, അതായത് നിങ്ങളുടെ ബാങ്ക് കൂടി വന്നാൽ എവിടെ പോകുന്നു, ഉടുപ്പി വിട്ട് പോവോ? ഉടുപ്പി വിട്ട് പോവല്ല, ഉടുപ്പി വിട്ട് പോയി ഡൽഹിയിലെ നമ്പർ 1 ബാങ്കായി സിൻഡിക്കേറ്റ് ബാങ്ക്, ബോംബെയിലെ 1-ാം തരം ബാങ്കായി, അഹമ്മദാബാദിലെ 1-ാം തരം ബാങ്കായി, കൽക്കട്ടയിലെ 1-ാം തരം ബാങ്കായി. ഇതും കഴിഞ്ഞ് അന്നേ പറഞ്ഞത് വരെ ഞങ്ങൾ ലണ്ടനിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ സ്ഥാപകരെ പറഞ്ഞിരുന്നത്. അവരുടെ സ്വപ്നം നമ്മളെ 1975 ലണ്ടനിലെ ഒരു ബാങ്ക് ഓപ്പൺ ചെയ്തു. പലതരത്തിലും നമ്മളെ വികസിച്ച് ഉന്നമനത്തിന് എന്താ പറയുക, മുന്നോട്ട് പുരോഗതിയിൽ കൂടി നമ്മളെ നടന്നു നീങ്ങി. പക്ഷേ നിരാശാപ്രദമാണ് എന്ത് നമ്മുടെ ഈ മെർജർ. ഇതിനെക്കുറിച്ച് ദുഃഖിച്ചൊരു കാര്യമില്ല. നമ്മുടെ എല്ലാവർക്കും നികുതിയുടെ ചില കളികൾ എല്ലാവരും ഉണ്ടാവും. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ബാങ്കായാലും നമ്മുടെ ബാങ്ക് ഇന്നും കാനറ ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ സിൻഡിക്കേറ്റ് ബാങ്കിൽ വേണ്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ കാനറ ബാങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും യോയില്ല. ഞാൻ കാനറ ബാങ്കിൽ സ്റ്റാഫിനോട് തന്നെ പറഞ്ഞു, നോ വേജ് ലെവൽ, there is nobody to beat syndicate bank. നമ്മുടെ ഓരോ എംപ്ലോയീസിൻ്റെയും അറിവ്, നമ്മുടെ ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ ഓരോ എംപ്ലോയീസിൻ്റെയും സർവീസ് മൈൻഡഡ്നെസ്. നമ്മൾ പലപ്പോഴും അകത്തെ സമരം, അങ്ങനത്തെ ചെറിയ രീതിയിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് വീട്ടിനകത്തെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ കലഹിക്കുന്ന പോലെയുള്ളൂ. പക്ഷേ നമ്മൾ പുറമേ കസ്റ്റമേഴ്സിന് മുമ്പ് നമ്മൾ ഒന്നായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് കൊടുത്ത പോലെ സർവീസ് വേറെ ഒരു ബാങ്കും കൊടുത്തില്ല. കാനറ ബാങ്കിലെ ടെക്നോളജി ലെവലിൽ നമ്മുടെ സിൻഡിക്കേറ്റ് ബാങ്കിന് അത്രയും വന്നിട്ടില്ല, ഇപ്പോഴും വന്നില്ല പറയണം. CBS ഇവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മുമ്പ് സിൻഡിക്കേറ്റ് ബാങ്ക് CBS ഇൻട്രൊഡ്യൂസ് ചെയ്തു. DTP ഉള്ള സമയത്ത് നമ്മൾ എന്തെന്ത് കാര്യങ്ങളാണ് ചെയ്യാതിരുന്നത് പറയും, ഒന്നുമില്ല, എല്ലാറ്റിലും നമ്മൾ. പക്ഷേ അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന കാര്യത്തിൽ നമ്മളെല്ലാം പറയണത്, നമ്മളടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ പരാജയപ്പെട്ടു. 1990s ഒരു വലിയൊരു സമരം വന്നു നമ്മുടെ ബാങ്കിൽ. അത് നമ്മുടെ കാര്യത്തിൽ കുറ്റമല്ല, ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലുള്ള പൊളിറ്റിക്സ് വന്നതാണ്. അപ്പം അങ്ങനെ ചില കോട്ടങ്ങൾ ഈ ബാങ്കിന് സംഭവിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പക്ഷേ യൂണിയൻ ബാങ്കിൽ നമ്മളെ ഒരുപോലെ, കാനറ ബാങ്കിൽ നമ്മളും 1980 കാലഘട്ടം 81 കാലഘട്ടത്തിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടാണ് ഏതാണ്ട് നെക്കനൊക്കെയായിരുന്നു. അന്ന് രത്നാകർ എന്ന് പറഞ്ഞൊരു ചെയർമാനായിരുന്നു കാനറ ബാങ്കിന്. അദ്ദേഹം വളരെ എന്താ പറയുക, റിസ്ക് ടേക്കിംഗ് കാപ്പാസിറ്റി ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം കൊണ്ട് പല ലോണും ഫെയിലാവും. നിങ്ങൾ കുറേ വഴി കൂടി നല്ല സ്പീഡിൽ പോകുമ്പോൾ വല്ല പോലീസിൻ്റെ ആക്സിഡൻ്റൊക്കെ പറ്റിയത് നമ്മൾ അതിനെ ഭയപ്പെട്ടൊരു കാര്യമില്ല. അപ്പോൾ കാനറ ബാങ്ക്, പല ബാങ്ക്, ലക്ഷ്മി കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇങ്ങനെ പല ബാങ്കുകളും മർജ് ചെയ്തിട്ടാണ് കാനറ ബാങ്ക് ഇതാക്കിയത്. ദാറ്റ് ഈസ് കോൾഡ് ഇനോർഗാനിക് എക്സ്പാൻഷൻ. നമ്മളെ ആകപ്പാടെ കേരള നായർ സർവീസ് ബാങ്കിൻ്റെ ഫോർവേഡ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ അതാണ് നമ്മളെ ഇതിൽ ലയിപ്പിച്ചത്. ഇടക്കാലത്ത് ലോഡ് കൃഷ്ണ ബാങ്ക്
ഇങ്ങോട്ട് ലയിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാങ്ക് ലോകേഷ ബാങ്കിൽ ലയിപ്പിക്കപ്പെടും എന്നുള്ള റൂമർ ഒരു കാലത്ത് വന്നിരുന്നു. അന്ന് നമ്മൾ വളരെ ശോചനീയമായ കണ്ടീഷനിൽ എത്തിയതുമാണ്. അപ്പോൾ പോലും നമ്മുടെ ബാങ്ക് എംപ്ലോയീസിന് തരുന്ന ബെനിഫിറ്റിലെ ലോണായാലും ശരി വേറെന്തായാലും ശരി ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മളെ ഈ ബാങ്കിനെ ഓർക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മളെ നമ്പർ 1 കസ്റ്റമേഴ്സിന് ഉപരിയായിട്ട് സ്റ്റാഫിനെ പാലനം ചെയ്ത പരിപാലിച്ച് പോറ്റി വളർത്തിയ ഒരു ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മാതാവ്. അപ്പോൾ നമ്മളെ ഇന്ന് ഇന്ത്യൻ സെന്റിനറി കണ്ണൂരിൽ ആഘോഷിക്കുന്ന വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്. നിശ്ചയമായിട്ടും ജയറാമിന്റെ കവിതയിൽ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി റിട്ടൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിൻഡിയൻസ്. അറ്റ്ലീസ്റ്റ് ഈ കണ്ണൂർ റീജിയൻ കേരളത്തിലെ ഇന്നത്തെ ഈ സന്ദേശം ഇന്ത്യയുടെ വിവിധ ഭാഗത്തെത്തും. നമ്മുടെ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഉള്ളത് കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഇന്ന് കണ്ണൂർ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ക്ലിപ്പ് അയച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ പല ഭാഗത്തേക്കും ഇത് എത്തും. ഈ ഭാവനയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സിൻഡിയൻസാണ്, നമ്മൾ ഒന്നാണ്, നമ്മുടെ അമ്മയാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. നമ്മൾ ഇന്ന് എന്തായി നമ്മളെ വാട്ട് വി ആർ ടുഡേ ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക്. എല്ലാവരുടെ ചിലവർ സാമ്പത്തികമായിട്ട് ചില വളരെ ഒരു 5% ആൾക്കാർക്ക് ഈ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ട് ചില എന്താ പറയുക കഴിവോ അല്ലെങ്കിൽ സാമാന്യ നല്ല സ്ഥിതി ഉണ്ടായിരുന്നിരിക്കാം. ഒരു 95% ആൾക്കാർ ഞാൻ ഉൾപ്പെടെ വളരെ പരിമിതമായ ജീവിത നിലവാരത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഈ ബാങ്കിൻ്റെ ശമ്പളം പറ്റി ഈ ബാങ്ക് തന്ന ഫെസിലിറ്റീസിൽ കൂടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഈ ബാങ്ക് തരുന്ന ഐഡന്റിറ്റിയിൽ കൂടിയിട്ട് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റി, ബഹുമാനം പിടിച്ചു പറ്റി, ഒരു സ്റ്റാറ്റസ് പിടിച്ചു പറ്റി ഇവിടെ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇന്നും സിൻഡിക്കേറ്റ് ബാങ്കിൽ പ്രത്യേകിച്ച് ഈ കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വികാരമാണ്. ഞാൻ ഇവിടെ 2 കൊല്ലം വർക്ക് ചെയ്തല്ലോ. ഈ 2 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഞാനെന്ന് ഗോറഗവ് ബ്രാൻഡിലെ ചീഫ് മാനേജർ കഴിഞ്ഞ ATM ആയി പ്രൊമോഷൻ ആയിരിക്കുകയാണ് 2007. അപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു കണ്ണൂർ റീജിയണൽ മാനേജറായിട്ട്. ഏപ്രിൽ 12 ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് കണ്ണൂർ റിപ്പോർട്ട് ചെയ്തിട്ട് ബാംഗ്ലൂർ എത്തണം. കാരണം ബഡ്ജറ്റൊക്കെ ഡിസ്കസ് ചെയ്ത മീറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഓർഡർ വന്നപ്പോൾ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഇതാണ്, കണ്ണൂർക്കാണോ? എന്നാ കഴിഞ്ഞു, ഇനി വലിയ രക്ഷയൊന്നുമില്ല, ഇനി മുകളിലേക്കുള്ള ഗതിയൊന്നുമില്ല കേട്ടോ. അത്രയും മോശമായിട്ടുള്ള റീജൻ. ശരിയായിരുന്നു, 35 റീജൻസിൽ 34ാമത്തെ റീജനായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഒരു റീജൻ ബെല്ലാരി. ആ അവസ്ഥയിലാണ് ഞാനിവിടെ എത്തിയത്. ഞാനിവിടെ എത്തി എനിക്ക് നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹവും സഹകരണവും കൊണ്ട് നമ്മൾ തുടർച്ചയായി ഞാൻ പോകുന്നതിന് മുമ്പ് തുടർച്ചയായി 3-4 ക്വാർട്ടേഴ്സിൽ നമ്പർ 1 റീജനായി. നമ്പർ 1 സൈസുകൊണ്ടല്ല, സൈസുകൊണ്ടായി ബോംബെ റീജിയൻ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പാരാമീറ്റേഴ്സിൽ പാരാമീറ്റേഴ്സ് അച്ചീവ്മെന്റ്സിന് നമ്പർ 1 ഒരു ക്വാർട്ടറിലല്ല, കണ്ടിന്യൂസ്ലി ഫോർ 3 or 4 ക്വാർട്ടേഴ്സ്. ഇത് എടുത്ത് പറയണ്ടേ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പലപ്പോഴും പറയും കണ്ണൂർ റീജിയന്റെ ഗ്രോത്തിനെ കുറിച്ച്. ഇത് എങ്ങനെയുണ്ടായി? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മീ. ഞാൻ വന്നോണ്ടല്ല, നിങ്ങൾ ഓരോരുത്തരും നൽകിയ സംഭാവന കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിച്ചത്. ഞാൻ എടുത്ത് പറയുമായിരുന്നില്ല. ഇതേ വേദിയിൽ, ഈ മലബാർ ഹോട്ടലിലെ ഇതേ മീറ്റിങ്ങില്, ഇതേ ഹാളില് എത്രയോ മീറ്റിംഗ് ഞാൻ ഇവിടുത്തെ മാനേജേഴ്സിനെ അഭിസംബോധന ചെയ്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു പക്ഷേ ടഫായി സംസാരിച്ചിരുന്നിരിക്കാം. അതൊക്കെ നമ്മുടെ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തന്നിട്ടുള്ള റീജിയണൽ മാനേജറായി തന്നിട്ടുള്ള സപ്പോർട്ട്, അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ റീജിയൻ ഇത്രയും ഉയരത്തിലേക്ക് വന്നത്. അതിനുശേഷം സാമാന്യം നല്ലൊരു റീജിയനായിട്ട് ഈ റീജിയൻ അറിയപ്പെടാൻ തുടങ്ങി. കണ്ണൂർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീജിയൻ ടു റെക്കൺ വിത്ത് എന്നുള്ളൊരു തോന്നൽ മാനേജ്മെന്റ് വരാൻ തുടങ്ങി. മുമ്പ് സ്വർണ്ണക്കറായിരുന്നു ചെയർമാൻ, ഞാൻ ഇവിടെ റീജിയൻ മാനേജർ. അപ്പോൾ ഈ വീഡിയോ കോൺഫറൻസ് അപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കണ്ണൂരിൻ്റെ അവിടെ എത്തിയാൽ സ്വർണ്ണക്കര സംസാരിക്കില്ല, അയാൾക്ക് ഈ ചെറിയ റീജിയനോട് സംസാരിക്കാനൊരു പറ്റി പോലെ. അദ്ദേഹം വലിയാണ്, ജീവിച്ചിട്ടില്ല. ആ സ്വർണ്ണക്കരകാരൻ പഞ്ചാബ് നാഷണലിൽ നിന്ന് വന്ന ആളാണ്. സ്വർണ്ണക്കര പറയും, ജോർജ് ഇറ്റ് ഈസ് യുവർ ബേബി, യു ക്യാൻ ടോക്ക് എന്ന് പറയുമായിരുന്നു. ഇതൊക്കെ ഞാൻ അവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയപ്പോൾ മനസ്സിലായതാണ്. അതായത് കണ്ണൂർ വന്ന നമ്മുടെ ജോർജ് ജോസഫ് ഉണ്ടല്ലോ, നമ്മുടെ പഴയ ED,
ജോസഫിനോട് സംസാരിക്കാൻ പറയും. എന്നാൽ അങ്ങനെ സംബന്ധിച്ചോളം ഇതൊരു റീജനേ അല്ല. കാരണം പഞ്ചാബ് രാഷ്ട്രം വലിയൊരു ബാറ്റിംഗ് വന്ന ആളാണ്. ഇത് ചെറിയൊരു റീജനാണ്. ഇവിടെ ഗ്രോത്തും കാര്യമായിട്ടില്ലായിരുന്നു ഒന്നേ കാലത്ത്. ഇപ്പം ഇന്ന് പറഞ്ഞ ഒരു ഒരു അവസ്ഥ കൂടി ഈ ബാങ്കിനുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് എവിടെ വന്നു, നിങ്ങൾ ഓരോരുത്തരും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എൻ്റെ റൈറ്റ് ഹാൻഡായി വർക്ക് ചെയ്ത 2 പേരുടെ മുമ്പിൽ ഇരിക്കട്ടെ. ഒന്ന് ഷൺമുഖം, പിന്നൊന്ന് മൻമോഹൻ. ബാക്കി എല്ലാവരും ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. റീജിയണൽ ഓഫീസായി പറയുന്നത്. ഞങ്ങൾ അന്ന് ചെയ്ത 1-2 കാര്യത്തിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ്, അതായത് 2-3 പ്രാവശ്യം കഴിഞ്ഞ വർഷം കൂടി ഞാനും ഷൺമുഖവും കാസർഗോഡ് കോർട്ടിൽ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് വന്നു. കാരണം ഹൗസിംഗ് ലോൺ ഫ്രോഡ് ഞാൻ DGPക്ക് ഡയറക്റ്റായി എഴുതി, ടേക്ക് ആക്ഷൻ. ആക്ഷനൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നമുക്കറിയാമല്ലോ നമ്മുടെ സർക്കാർ കാര്യം പോലെ. അപ്പോൾ 2007-8 നടന്നിട്ടുള്ള ആ നമ്മുടെ കംപ്ലൈൻറ്റിന് ആക്ഷൻ വരുന്നത് കഴിഞ്ഞ വർഷമാണ്. ഞാനും കഴിഞ്ഞ വർഷം ഈ വർഷം 2025 തുടക്കത്തിൽ ഞാൻ ഷൺമുഖം പോയി വിവിധ സെറ്റിലായിട്ട് വന്നു. ഇതുപോലെ നമ്മുടെ പല ജനറൽ മാനേജേഴ്സ് ഇന്നും CBIയുടെ സമൻസ് കിട്ടി പോകുന്ന ആൾക്കാരുണ്ട്. ഈ ബാങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ റിസ്ക് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ടോപ്പിൽ പോകുന്ന സമയത്ത് ഒരുപാട് റിസ്കുകളുണ്ട്. ഞാൻ തന്നെ പല സമയത്തും CBI ഡയറക്ടർ അടുത്ത് പോയി മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. സെൻട്രൽ ബിസിനസ് ഓഫീസ് പോയി മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലും മിനിസ്റ്റർ ലെവലിൽ വരെ നടത്താനുള്ള എന്താ പറയുക, SLBC കൺവീനറായിരുന്നു കർണാടകത്തിൽ. അപ്പോൾ പലപ്പോഴും ചീഫ് സെക്രട്ടറി ആയിട്ടും പലപ്പോഴും ചീഫ് മിനിസ്റ്ററായിട്ടും സംവദിക്കാനുള്ള അവസരം കിട്ടി. നമ്മുടെ പഴയ പ്രസിഡന്റ് പ്രണബ് മുഖർജി സാറായിട്ട് കൂടി ഒരു 3-4 മീറ്റിംഗിൽ എനിക്ക് സാധിച്ചു. ചിദംബരത്തിന് ഒരു മീറ്റിംഗ് സാധിച്ചു. ജയറാം രമേശിനോട് അയച്ചു. ഫറൂഖ് അബ്ദുള്ള എന്ന ഒരു SME അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു. ഞാൻ നാഷണൽ കമ്മീഷനിലെ 2-3 കമ്മീഷനിൽ കമ്മിറ്റി മെമ്പറായിരുന്നു. നാഷണൽ കമ്മിറ്റിയിൽ ഒന്ന് സോളാർ എനർജി മെമ്പറായിരുന്നു, SMEയിൽ മെമ്പറായിരുന്നു. ഗ്രാമീണ ബാങ്കിൻ്റെ ഈ HR പോളിസിയിൽ ഉണ്ടാക്കുന്നതിൽ ഞാൻ നാഷണൽ ലെവൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ഈ സ്കെയിൽ 5 വരെ ഗ്രാമീണ ബാങ്കിൽ ഉണ്ടാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റിയായിരുന്നു അത്. ഇന്നിപ്പോൾ ഗ്രാമീണ ബാങ്കുകളിലെ സ്കെയിൽ 5 വരെ അവർക്ക് പ്രൊമോഷനായിട്ട് അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് 1-2-3-4 മീറ്റിങ്ങിൽ പോയി സംവദിക്കാൻ സാധിച്ചു. ബോംബെ ട്രേഡ് സെൻറ്ററിൽ മീറ്റിങ്ങിൽ പ്രസൻറ്റേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. വിജ്ഞാൻ ഭവനിൽ പോയി ചില ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം കിട്ടിയത് എൻ്റെ മഹത്വം കൊണ്ടല്ല. ഇത് കിട്ടിയത് ഈ ബാങ്കിൻ്റെ എന്താ പറയുക അകമഴിഞ്ഞ കരുണ എന്നിൽ ചൊരിഞ്ഞുകൊണ്ട്. സംശയമില്ല, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടാവും. ചില അനുഭവങ്ങൾ ഉണ്ടാവും. പ്രൊമോഷൻ കിട്ടാൻ യോഗ്യത ഉള്ളവർക്ക് പലർക്കും കിട്ടിക്കാണില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിലെ ഓർഗനൈസേഷനിൽ ഇതൊക്കെ സാധാരണമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കുട്ടികളപ്പെടാറില്ല. ഞാൻ ജനറൽ മാനേജറായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ജനറൽ മാനേജറായി എന്നുള്ളതിൽ എനിക്ക് പാർട്ടി അച്ചീവ് എന്നുള്ളത് തോന്നല മനസ്സിൽ. അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ സ്പിരിച്വൽ സൈഡിൽ ഞാൻ കുറച്ച് ഭാഗവതമൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സപ്താഹമൊക്കെ സ്വയമായിട്ട് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ അത് ചെയ്യുമ്പോൾ അന്ന് ജനറൽ മാനേജർ ലെവലിൽ ചെയ്ത് കിട്ടിയ സംതൃപ്തിയെക്കാളും ഇതാണ് കൂടുതൽ സംതൃപ്തി എനിക്ക് തോന്നി തുടങ്ങി. ഇന്നലെ സത്സംഗം ആയിട്ട് നിങ്ങളെ ഈ നോർത്ത് ഇന്ത്യൻ മീറ്റിംഗ് ടൂർ പോയത് അവിടെ പോയി സത്സംഗങ്ങൾ നടത്തി. ഒരുപാട് ഭാഗവത പാരായണം, നാരായണീയ പാരായണം ഉണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യുക. അതാണ് ആ പൊസിഷനാണ് എല്ലാറ്റിനും വലുതെന്ന് ആരും കൊണ്ടുവരപ്പെടാനില്ല. എനിക്ക് ജനറൽ മാനേജർ ആവാൻ സാധിച്ചില്ലല്ലോ, DGM ആവാൻ സാധിച്ചില്ലല്ലോ, AGM ആവാൻ സാധിച്ചില്ലല്ലോ, ഞാൻ നല്ലപോലെ ജോലി ചെയ്തതില്ലെന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ കാരണം ആ പദവിയുമൊക്കെ ആ പദവിയിൽ ഉള്ള സമയത്ത് റെപ്രസെൻറ്റൻസിന് മാത്രമേ വരികയുള്ളൂ. When once you are out of that particular position, you have become obsolete. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതൊരു പക്ഷേ ഞാൻ നിങ്ങളോട് വേണ്ട പോലെ പെരുമാറിയതിൻ്റെ ഗുണമായിരിക്കാം. അല്ലാതെ ഞാനിപ്പോൾ ഹെഡ് ഓഫീസിൽ പോയ എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന യാതൊരു എന്താ പറയുക ഒരു നിയമമില്ല. മുമ്പ് ജനറൽ പോകുന്ന സമയത്ത് ഞാൻ ആ കോറിഡോറിൽ കൂടി പോകുമ്പോൾ ഒരു വളരെ സ്മെല്ല് GM എന്ന് മെല്ലെ പറയുള്ളൂ. അതാണ് അന്നത്തെ പൊസിഷൻ്റെതായിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് എല്ലാ കാലവും ആ പൊസിഷൻ കിട്ടണം, ആ ഒരു എന്താ പറയുക സ്ഥാനം ഉണ്ടാവണം എന്ന് ചോദിച്ച കാര്യം. നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റാൻ സാധിക്കണം. നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തണം, തൃപ്തി കണ്ടെത്തണം. ഈ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെയാണ്, ഈ സംഗമമൊക്കെയാണ് നമുക്ക് കൂടുതൽ ഒരുപാട് സന്തോഷം തരുന്നത്. ഇതുപോലത്തെ അനേകം സംഗമങ്ങൾ നടക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി
ഉദ്ഘാടകൻ എന്ന പദവി തന്ന് വിളക്ക് തെളിയിക്കാൻ അവസരം തന്നതിനും ഈ ഉദ്ഘാടന പ്രസംഗം എന്ന എൻ്റെ ഈ അധിക പ്രസംഗം ഇവിടെ അവതരിപ്പിക്കാൻ സന്ദർഭം തന്നതിനും നിങ്ങൾ ഓരോരുത്തരോടും വിശിഷ്യ ഇതിൻ്റെ നടത്തിപ്പുകാരൻ ലീഡർഷിപ്പ് എടുത്തിട്ടില്ല, പേര് പറയില്ല, ആരെങ്കിലും ചില വിട്ടുപോയി ഞാൻ പേര് പറഞ്ഞ. അപ്പോൾ അതിനെ മുൻകൈ എടുത്തിട്ടില്ല എൻ്റെ സഹോദരന്മാർ, അവരൊക്കെ വളരെ ഇന്നും എന്നെ സ്നേഹിച്ച് ഞാനായിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഗൗതമൻ, സന്തോഷം, പലരും ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വാട്സപ്പ് മെസ്സേജ് അയക്കാറുണ്ട്, ജയരാജന്മാർ എല്ലാവരും. അപ്പം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും കടപ്പെട്ടവനാണ്. ഇന്നിവിടെ ക്ഷണിച്ച് വരുത്തി നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, രാത്രി 12 മണിക്ക് ടയർഡായി വന്നു, എൻ്റെ ശബ്ദമൊക്കെ പോയിരുന്നത്. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം തുറന്നു സംശയം എനിക്ക്. അപ്പോൾ എറണാകുളവും കണ്ണൂരും എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട 2 റീജൻസാണ്. അവിടുത്തെ ആൾക്കാരും കണ്ണൂരിലെ ആൾക്കാരും എന്നോട് പ്രവൃത്തി അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ വ്യക്തിബന്ധം, സ്നേഹബന്ധം, ജീവിതം എൻ്റെ അവസാനത്തെ ശ്വാസം വരെ നിന്നിട്ട്. കാരണം അത്രയും നല്ല സഹകരണവും സൗഹൃദവുമാണ് എനിക്ക് അവരെ പകർന്നു നൽകിയത്. കൂടുതൽ നീട്ടുന്നില്ല. ഇന്നത്തെ സെമിനറി സെലിബ്രേഷൻ മീറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവരുടെ ലോക സമസ്ത സുഖിനോ ഭവന്തു.